ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രിയാസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത് 8ാം ക്ലാസ്സിലത്തെ 7ാമത്തെ ചാപ്റ്റർ, അതായത് റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളാണ്. പേജ് നമ്പർ 145 എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തതാണ്. ഇത് ആ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റത്തെ പ്രവർത്തനം, അതായത് അവസാനത്തെ പേജിലെ, ആ ചാപ്റ്ററിലെ അവസാന പേജിലെ ബാക്കിയുള്ള 3 പ്രവർത്തനങ്ങൾ കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ക്ലാസ് ആദ്യമായിട്ട് അല്ലെങ്കിൽ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ മുൻപത്തെ ക്ലാസ്സുകൾ കാണുക. ക്ലാസ് കണ്ട ശേഷം മാത്രം ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് കടക്കുക. പിന്നെ ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒന്നും എനിക്ക് കൂടുതൽ പറയാനില്ല, ഞാൻ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ ചോദ്യം ഇംഗ്ലീഷിലാണ്, അത് ഞാൻ മലയാളത്തിൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. വൺസ് അഗെയിൻ വെൽക്കം ടു ഓൾ ഓഫ് യു. അപ്പോൾ നമുക്ക് ചോദ്യം വായിക്കാം. The sides of a triangle are in the ratio 2:3:4. The longest side is 20 cm more than the shortest side. Calculate the length of all 3 sides. അപ്പം നോക്ക്, ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ഉള്ളിലുള്ള കോണളവുകളും അതായത് അതിൻ്റെ പുറം കോണുകളുടെയും അംശബന്ധം തന്നിട്ടുണ്ട്, ഓരോ കോണും കണ്ടുപിടിക്കാൻ വേണ്ടി പഠിച്ചു. ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? ത്രികോണത്തിന്റെ 3 വശങ്ങളുടെ നീളങ്ങൾ തമ്മിലുള്ള അംശബന്ധം അല്ലെങ്കിൽ ലെങ്ത്, ഓരോ സൈഡ്സിന്റെ ലെങ്ത് തമ്മിലുള്ള റേഷ്യോസ് ആണ് 2:3:4 എന്ന് തന്നത്. ഇനി നോക്ക്, ദ ലോങ്സ്റ്റ് സൈഡ് ഈസ് 20 സെന്റിമീറ്റർ മോർ ദാൻ ദ ഷോർട്ടസ്റ്റ് സൈഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഇതിൽ ഏറ്റവും വലിയ വശത്തിന്റെ നീളം ചെറിയ വശത്തേക്കാൾ 20 സെന്റിമീറ്റർ കൂടുതലാണ്. അപ്പൊ ആ ഒരു പോയിന്റ് വെച്ചാണ് നമ്മൾ ബാക്കിയെല്ലാം കണ്ടുപിടിക്കേണ്ടത്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ഓൾ 3 സൈഡ്സ്. അങ്ങനെയാണെങ്കിൽ എല്ലാ വശങ്ങളുടെയും നീളം കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതായത് സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഇൻ ദ റേഷ്യോ 2:3:4. അതായത് വശങ്ങളുടെ നീളങ്ങൾ തമ്മിലുള്ള അംശബന്ധമാണ് 2:3:4. അപ്പൊ വശങ്ങൾ എങ്ങനെ എടുക്കണം? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അംശബന്ധമാണ് തരുന്നതെങ്കിൽ വശങ്ങളുടെ നീളം കാണാൻ, യഥാർത്ഥ അളവുകൾ കാണാൻ x കൊണ്ട് ഗുണിക്കണം. അപ്പം ഓരോ അളവ് എന്തായിരിക്കും? 2x, 3x, 4x അങ്ങനെയാണല്ലോ. അപ്പൊ നമുക്ക് വശങ്ങളെ എങ്ങനെയായിട്ട് എടുക്കാം? അതായത് വശങ്ങളുടെ നീളങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലെങ്ത് ഓഫ് സൈഡ്സ്. ലെങ്ത് ഓഫ് സൈഡ്സ് എന്താ വരിക? 2x, 3x, 4x. ഇനി നമുക്ക് തന്ന ക്ലൂ എന്താ നോക്കിയേ. അതായത് ലോങ്സ്റ്റ് സൈഡ് ഈസ് 20 സെന്റിമീറ്റർ മോർ ദാൻ ദ ഷോർട്ടസ്റ്റ് വൺ. അപ്പൊ ഇതില് ഏറ്റവും വലിയ വശം ചെറുതിനേക്കാൾ 20 കൂടുതൽ. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? അതായത് വലിയ വശം എന്ന് പറയുന്നത് 4x ആണ്. അത് ആർക്ക് തുല്യമാണ്? ചെറുതിനേക്കാൾ. ചെറുതിനോട് 20 കൂട്ടിയാൽ കിട്ടും. അതായത് ചെറുത് 2x ആണ്, അതിനോട് 20 കൂട്ടിയാൽ ആരെ കിട്ടും? വലിയ വശം കിട്ടുന്നല്ലേ. അപ്പൊ ഇതല്ലേ നമ്മുടെ ആ അംശബന്ധത്തിനെ നമ്മൾ ബീജഗണിതം ഉപയോഗിച്ച് എഴുതിയാൽ വരിക. ഇങ്ങനെയുള്ള ഒരു സമവാക്യമായിട്ട് മാറുമല്ലോ. അപ്പൊ നോക്ക്, 4x = 2x കൂട്ടണം 20. ഇതെങ്ങനെ നമ്മൾ x കണ്ടുപിടിക്കും? സമത്തിന് ഇരുവശവും x അടങ്ങുന്ന പദങ്ങൾ ഉണ്ടല്ലോ. നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? x എന്ന് പറയുന്നത് സമത്തിന് ഇരുവശവും വന്നു കഴിഞ്ഞാൽ x അടങ്ങുന്ന പദങ്ങളെല്ലാം ഒരു വശത്തേക്ക് കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരിക? വലുത് എവിടെയാണോ ഉള്ളത് ആ സൈഡിലേക്ക് ചെറുതിനെ എല്ലാം കൊണ്ടുവരണം അല്ലെ. അപ്പൊ ഈ 4x-ഉം 2x-ഉം വെച്ച് ഏതാ വലിയത്? 4x ആണല്ലോ വലുത്. 4x അവിടെ വെച്ചു. ഇനി 2x ചെറുതാണല്ലോ. 2x എന്ത് ചെയ്യണം? ഇപ്പുറത്തേക്ക് വരണം. ഇനി 2x വരുന്നതിന് മുന്നേ 2x ഇയാളോട് കൂട്ടുക ചെയ്യുന്നത് അല്ലേ. അപ്പം 2x-നെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്തായി മാറും? കുറക്കണം, 2x ആവുമല്ലോ. സമം 20. 4x-ൽ നിന്ന് 2x കുറച്ചാൽ എത്രയാ? 2x. 4-ന്റെ അകത്ത് 2 കുറച്ചാൽ 2 ആണല്ലോ. അപ്പൊ 4x-ന്റെ അകത്ത് 2x കുറച്ചാൽ 2x. 2 എന്ന് മാത്രം എഴുതാൻ പാടില്ലേ. അപ്പൊ 2x = 20. അതുകൊണ്ട് x എന്തായിരിക്കും വരിക? 2x ആണ് 20 എങ്കിൽ x എന്ത് വരും? ഇൻറ്റു 2-ന് ഇപ്പുറം എടുക്കുമ്പോൾ 20/2 സമത്ര വരും? 10 എന്നാകും അല്ലെ. അപ്പൊ x മാത്രമേ കിട്ടിയുള്ളൂ. ഇനി നമുക്ക് എന്തെല്ലാം വേണം? ഇതെല്ലാം കണ്ടുപിടിക്കണം. നോക്കാം നമുക്ക്. അതായത് ഒന്നാമത്തെ വശമാണല്ലോ 2x, അല്ലെങ്കിൽ ചെറുതാണ് 2x അല്ലെ. അതായത് ചെറിയ വശം എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഒന്നാമത്തെ വശം, രണ്ടാമത്തെ വശം, മൂന്നാമത്തെ, ഏതാ നല്ലത്? നമുക്ക് ചെറിയ വശം എന്ന് പറഞ്ഞു തുടങ്ങാം അല്ലെ. ഇവിടെ ചെറുത് വലുത് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ചെറിയ വശം അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ്
സൈഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക 2x ആണല്ലോ. ദാറ്റ് ഈസ് 2 ഇൻറ്റു എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി 10 ആണ്. അപ്പൊ 2 ഇൻറ്റു 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 20. അതാണ് 20 സെന്റിമീറ്റർ ആണ് ഏറ്റവും ചെറുത്. ഇനി അടുത്തതോ ബിഗസ്റ്റ് അല്ലെ, ബിഗസ്റ്റ് അല്ലെങ്കിൽ വലിയ വശം. വലിയ വശം എങ്ങനെ കാണും? വലിയ വശം സമം 4x ആണല്ലോ. അപ്പൊ 4 ഇൻറ്റു എക്സ്, എക്സ് മീൻസ് 10. അപ്പൊ 4 ഇൻറ്റു 10 എത്രയാ? 4 ഇൻറ്റു 10 40 സെന്റിമീറ്റർ. ഇനി മൂന്നാമത്തെ വശം എഴുതിയാൽ മതി അല്ലെ. അപ്പൊ തേർഡ് സൈഡ് അല്ലെങ്കിൽ മൂന്നാമത്തെ വശം, മൂന്നാമത്തെ വശം സമം 3x എന്ന് വെച്ചാൽ 3 ഇൻറ്റു 10 സമം എത്രയാ? 30 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആ ത്രികോണത്തിന്റെ ഓരോ വശങ്ങളും കിട്ടി, 30ഉം 40ഉം 20ഉം. അപ്പൊ ഇങ്ങനെയാണ് ഈ വശങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അത് കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. ഇതെങ്ങനെ ഇത് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ അറിയേണ്ടതുള്ളൂ. അതായത് വലിയ വശത്തിന്റെ നീളം ചെറിയ വശത്തേക്കാൾ 20 കൂടുതൽ എന്ന് വെച്ചാൽ ചെറിയ വശത്തോട് 20 കൂട്ടിയാൽ വലുത് കിട്ടുന്നല്ലേ അർത്ഥം. അതായത് 2x-നോട് 20 കൂട്ടുന്നു, അപ്പൊ അത് ആർക്ക് തുല്യമായി? വലിയ വശത്തിന് തുല്യമായി. അതായത് സമം 4x എന്ന് എഴുതി. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞാൽ ബാക്കി എല്ലാ കണക്കും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു സമവാക്യം രൂപീകരിക്കാനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ ഇതുപോലുള്ള മറ്റനേകം ചോദ്യങ്ങൾ വേറെ എവിടെന്നെങ്കിലും നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഈ പേജിലത്തെ അടുത്ത പ്രവർത്തനം, അതായത് ടെക്സ്റ്റ് ബുക്കിലെ 6ാമത്തെ പ്രവർത്തനത്തിലേക്ക് കിടക്കാം. 6ാമത്തെ ചോദ്യം നോക്കൂ. എ ബോക്സ് കണ്ടെയ്ൻസ് ബീഡ്സ് ഓഫ് 3 കളേഴ്സ്. Black beads and white beads are in the ratio 3:5. White and red are in the ratio 2:3. What is the ratio of all colors, all 3 colors? അതായത് ഒരു ബോക്സിൽ 3 ടൈപ്പ് ബീഡ്സ് അല്ലെങ്കിൽ 3 തരം മുത്തുകളുണ്ട്. അതിനകത്ത് ബ്ലാക്ക് ബീഡ്സ് ആൻഡ് വൈറ്റ്, അതായത് കറുപ്പും വെളുപ്പുമായിട്ടുള്ള മുത്തുകളുടെ അവയുടെ എണ്ണങ്ങൾ തമ്മിലുള്ള അംശബന്ധം 3:5ഉം വെളുപ്പും ചുവപ്പും ഉള്ള മുത്തുകളുടെ അംശബന്ധം 2:3 അങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? 3 മുത്തുകളുടെയും എണ്ണങ്ങളുടെ അംശബന്ധമാണ് തന്നിട്ടുള്ളത് കണ്ടുപിടിക്കേണ്ടത്. സോറി. അപ്പൊ നമുക്ക് നോക്കാം. ബ്ലാക്ക് ബീഡ്സും വൈറ്റ് ബീഡ്സും തമ്മിലുള്ള റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 3:5. ഇവിടെ 2 അംശബന്ധങ്ങൾ തമ്മിലുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പൊ അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. 2 അംശബന്ധങ്ങൾ ചെയ്തെന്നാൽ എങ്ങനെ ഇത് ചെയ്യുമെന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം വേറൊരു പ്രോബ്ലം കൊണ്ടിട്ട് അതുകൂടി നമുക്ക് ചെയ്യാം. നോക്ക്, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, B:white എന്ന് അങ്ങനെ ചെയ്താ ഷോർട്ടായിട്ട്. അതിന്റെ അംശബന്ധമാണ് നമുക്ക് എത്ര വന്നത്? 3:5. അപ്പൊ യഥാർത്ഥ അളവുകളെ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞത്? x കൊണ്ട് ഗുണിക്കണല്ലോ. അതായത് നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ്, അതായത് കറുത്ത മുത്തുകളുടെ എണ്ണം 3x അങ്ങനെ വരുമല്ലോ. അതേപോലെ നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ്, യഥാർത്ഥത്തിലുള്ള അളവ് എന്തായിരിക്കും വരിക? അത് കാണാൻ 5x എന്ന് എഴുതണം അല്ലെ. 3x 5x ആണല്ലോ യഥാർത്ഥത്തിലുള്ള മുത്തുകളുടെ എണ്ണം. അപ്പോൾ ഇനി അടുത്ത എന്താ നോക്കിയട്ടെ. 3x 5x തന്നു. ഇനി ഇവിടെ ചെയ്യുന്ന നോക്ക്. വൈറ്റ് ആൻഡ് റെഡ് ആർ ഇൻ ദ റേഷ്യോ. വൈറ്റും റെഡും തമ്മിലുള്ള റേഷ്യോ വൈറ്റ് ഈസ് ടു റെഡ് എത്രയാ തന്നത്? 2:3 ആണല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ നമ്പർ ഓഫ് വൈറ്റ് എന്തായിരിക്കും വരുന്നത്? നമ്പർ ഓഫ് വൈറ്റ് ഇസ് ഈക്വൽ ടു, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ x ഓൾറെഡി എടുത്തു. ഇനി അവിടെ x എടുക്കാൻ പറ്റില്ല, y എടുക്കാം. അപ്പൊ 2y എന്നാവും അവിടുത്തെ യഥാർത്ഥത്തിലുള്ള വൈറ്റ് ബീഡ്സിന്റെ എണ്ണം. അതേപോലെ നമ്പർ ഓഫ് റെഡ് ബീഡ്സ് എന്തായിരിക്കും വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 3y. 2 വ്യത്യസ്ത അംശബന്ധം തന്നുകൊണ്ട് ഒന്ന് x ഉപയോഗിച്ച് എഴുതി, മറ്റത് y ഉപയോഗിച്ച്. ഇങ്ങനെ വേണം നിങ്ങളത് ചെയ്യാൻ. ഇനി നോക്ക്, യഥാർത്ഥത്തിൽ ഈ മുത്തുകളെല്ലാം ഒരു ബോക്സിൽ തന്നെയല്ലേ കിടക്കുന്നത്. അതായത് അംശബന്ധം, അതായത് 2 രീതിയിൽ വൈറ്റും ബ്ലാക്കും എടുത്തപ്പോൾ കിട്ടിയ അംശബന്ധവും റെഡും വൈറ്റും എടുത്തപ്പോൾ കിട്ടിയ അംശബന്ധവും വ്യത്യസ്തമാണെങ്കിലും ഇതിൽ 2 കോമൺ ആയി കിടക്കുന്ന ഒരാളുണ്ടല്ലോ. വൈറ്റ് ഇവിടെയുണ്ട്, വൈറ്റ് ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ വൈറ്റിന്റെ എണ്ണം ഇവിടെ പറഞ്ഞത് 5x ആണ്, ഇവിടെ പറഞ്ഞതോ 2y ആണ് അല്ലെ. അതായത് വൈറ്റ് എന്ന് പറയുന്നത്
ഈ 5x എന്ന് പറയുന്നത് തന്നെ ആയിരിക്കൂലേ യഥാർത്ഥത്തിൽ 2y-യും. അതായത് ഒരു പെട്ടിയിലത്തെ മുത്തുകളുടെ എണ്ണമാണ്, വെള്ള മുത്തുകളുടെ എണ്ണമാണ്, അതായത് കറുപ്പും വെളുപ്പും ചുവപ്പുമാണ് മുത്തുകൾ ഉള്ളത്. അതിനകത്ത് കറുപ്പും വെളുപ്പും ഉപയോഗിച്ച് എഴുതുമ്പോൾ നമ്മൾ എക്സ് ഉപയോഗിച്ച് എഴുതി, വെളുപ്പും ചുവപ്പും എഴുതുമ്പോൾ y ഉപയോഗിച്ച് എഴുതി. പക്ഷെ എണ്ണത്തിന് മാറ്റം വരുമോ? ഒരിക്കലും മാറ്റം വരില്ല അല്ലെ. അതായത് 5x എന്ന് പറയുന്നത് 2y എന്ന് പറയുന്നത് ആരെ തന്നെയാണ്? വെള്ള മുത്തുകളുടെ എണ്ണത്തിൽ തന്നെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതുന്നു, 5x സമം 2y ആണെങ്കിൽ x സമം എന്ത് വരും? x സമം അതായത് 2y/5 എന്ന് വരൂലേ. അപ്പൊ എക്സിനെ 2y/5 എന്ന് ഞാൻ മാറ്റി എഴുതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അല്ലാതെ തിരിച്ചും വേണമെങ്കിൽ മാറ്റി എഴുതാം. വൈയെ നമുക്ക് എക്സ് ഉപയോഗിച്ചിട്ട് എഴുതാം. ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് അങ്ങനെ എക്സിനെ നമ്മളിവിടെ കണ്ടുപിടിച്ചു. അപ്പൊ എക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് ചെയ്യണം? ബാക്കി എല്ലാത്തിനും നമുക്ക് അതിലേക്ക് മാറ്റണം. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് എന്തായി മാറും? അപ്പൊ ബ്ലാക്ക് ബീഡ്സ് എന്ന് പറയുന്നത്, അതായത് ഇതുവരെ ഇതിന് എക്സിലാന്ന് എഴുതിയത്, അതിന് ഞാൻ വൈയിലേക്ക് മാറ്റി കഴിയുമെന്ന്. 3x ആണല്ലോ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ബ്ലാക്ക് ബീഡ്സിന്റെ എണ്ണം. അപ്പൊ 3x എന്ന് പറയുമ്പോൾ അതിൽ എക്സിന് പകരം ഞാൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ 3 × x എന്ന് പറഞ്ഞാൽ എന്താ? 2y/5 ആണ്. അപ്പം 2y/5നെ ഈ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് വരും? 3 ആരെ കൂടെയാ ഗുണിക്കേണ്ടത്? അംശത്തെ കൊണ്ടല്ലേ ഗുണിക്കുക. 3 × 2y 6y, 6y/5 എന്നായില്ലേ. ഇനി നോക്ക്, ഇപ്പൊ നമ്മളെല്ലാം, അതായത് ബ്ലാക്ക് ബീഡ്സ് വൈയിലേക്ക് മാറി, വൈറ്റ് ബീഡ്സ് വൈയിലുണ്ട്, അതുപോലെ റെഡ് ബീഡ്സും വൈയിലേക്കാക്കി, എല്ലാം വൈ അനുസരിച്ച് മാറിയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 3ന്റെ, അതായത് 3നെയും വൈയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അംശബന്ധം കണ്ടുപിടിക്കാം. അപ്പൊ എന്ത് ചെയ്താം? അതായത് റേഷ്യോ ഓഫ് കളേഴ്സ് ഓഫ്, അല്ല റേഷ്യോ ഓഫ് കളേഴ്സ്, അങ്ങനെ മതി, കളേഴ്സ് ഓഫ് ബീഡ്സ് എന്തായിരിക്കും വരുന്നത്? അതായത് ബ്ലാക്ക് ബീഡ്സ് ആണ് ഫസ്റ്റ് പറഞ്ഞത് അല്ലെ, 6y/5 ഈസ്റ്റു ഇതോ വൈറ്റിൻ്റെത് വൈയിലേക്ക് മാറ്റാൻ, അത് 2y തന്നെ എഴുതിയാൽ മതി. റെഡിന് 3y എന്ന് എഴുതി. അതായത് റേഷ്യോ എഴുതുമ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സ് ആണുള്ളതെങ്കിൽ എക്സിനെ വൈയിലേക്ക് മാറ്റണം. അഥവാ വൈ ആണുള്ളെങ്കിൽ അതിനെ എക്സിലേക്ക് മാറ്റിയാലും കുഴപ്പമില്ല. രണ്ട് രീതിയിൽ ഇത് ചെയ്യാം. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് ആരുണ്ട്? വൈ ഉണ്ട് അല്ലേ. ഈ വൈനെല്ലാം ഞാൻ അങ്ങ് വെട്ടിക്കളയുന്നത്, വൈ വേണ്ട. അംശബന്ധം എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം? അംശബന്ധം എടുക്കുമ്പോൾ വൈയോ എക്സോ ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കും. സംഖ്യകളല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ അങ്ങനെ വൈനെല്ലാം മാറ്റി. ഇനി 6/5 = 2 = 3 എന്നല്ലേ വരുന്നത്. നമ്മൾ അംശബന്ധത്തിലെ ഏറ്റവും ഫസ്റ്റ് 7ാം ക്ലാസ് പഠിക്കുന്നുണ്ട്. അംശബന്ധം എഴുതുമ്പോൾ അംശബന്ധത്തിൽ ഭിന്നസംഖ്യകൾ ഒന്നും പാടില്ല. എന്ത് മാത്രമേ പാടുള്ളൂ? അതില് എണ്ണൽ സംഖ്യകൾ മാത്രമേ പാടുള്ളൂ. ഇവിടെ 6/5 എന്ന് പറയുന്ന ഒരു ഭിന്നസംഖ്യയല്ലേ. ഈ 6/5 ആ ഛേദമായ 5ന് നമുക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും തട്ടിക്കളഞ്ഞാൽ അതെന്തായി മാറ്റാം? നമുക്ക് അതിനൊരു സാധാരണ എണ്ണൽ സംഖ്യയാക്കി മാറ്റാലോ. അപ്പൊ 5നെ ഇവിടുന്ന് കളയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതായത് ഈ /5 ആണ് ഇവിടുത്തെ പ്രശ്നക്കാരൻ അല്ലെ. അപ്പൊ /5നെ കളയണമെങ്കിൽ എന്ത് ചെയ്യണം? 5 കൊണ്ട് ഗുണിച്ചാൽ മതി. ഈ അംശബന്ധത്തെ മുഴുവൻ എന്ത് ചെയ്യണം? 5 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ മാറുന്നു. അതായത് ഒന്നാമത്തെ സംഖ്യ 6/5 ആണ്, അതിനെ 5 കൊണ്ട് ഗുണിച്ചു. 5 × 6/5 എന്ന് വരും. ഈസ്റ്റു ഇവിടെ 5 × ഇവിടെ ആരാ ഉള്ളത്? 2 ഉണ്ടല്ലോ, 2നെ ഗുണിച്ചു. ഈസ്റ്റു 5 × ലാസ്റ്റ് ആരാ ഉള്ളത്? 3. ഇവിടുത്തെ 5ഉം 5ഉം പോയില്ലേ. അപ്പൊ ഇവിടെ 6 മാത്രം ബാക്കിയായില്ലേ. അപ്പൊ എന്ത് വരും? ഇതിന്റെ ബാക്കി ആൻസർ ഇവിടെ എഴുതാം. 6 ഇനി 5ഉം 2ഉം തമ്മിൽ ഗുണിച്ചാൽ എത്രയാ? 10 5ഉം 3ഉം തമ്മിൽ ഗുണിച്ചാലോ? 15. ഇതായിരിക്കും എന്തെന്ന് പറയുന്നത്? 3 നിറങ്ങൾ തമ്മിലുള്ള 3 നിറങ്ങളിലുള്ള മുത്തുകളുടെ എണ്ണത്തിന്റെ അംശബന്ധാണ് 6:10:15. അപ്പൊ ഇതിൽ ഓർക്കേണ്ട പോയിന്റ് എന്താണ്? 2 അംശബന്ധങ്ങൾ തന്നു കഴിഞ്ഞാൽ അതിനെ എക്സും വൈ ഉപയോഗിച്ച് എഴുതാം. അതിൽ കോമൺ ആയിട്ട് ആരാണ് ഉള്ളത്? അതിനെ ഒന്നുകിൽ എക്സിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ വൈയിലേക്ക് മാറ്റുക. അപ്പൊ അത് എക്സിലേക്കാണ് മാറ്റുന്നതെങ്കിൽ എല്ലാത്തിനെയും എക്സിലേക്ക് മാറ്റി. ഇവിടെ നമ്മൾ കറുത്ത മുത്തിന്റെ എണ്ണവും വെളുത്ത മുത്തിന്റെയും അതുപോലെ ചുവന്ന മുത്തിന്റെ എണ്ണത്തിനെയൊക്കെ വൈയിലേക്കാണ് മാറ്റിയത്. അപ്പോൾ മാറ്റിക്കഴിഞ്ഞാൽ അംശബന്ധം എടുക്കാം. അംശബന്ധം എടുക്കുമ്പോൾ പൊതുവായിട്ടുള്ളത് എന്താണോ അതിനെ നമ്മൾ ആടുന്ന് എടുത്തു കളയാം. പിന്നെ സംഖ്യകൾ നോക്കുക. സംഖ്യകൾ എണ്ണൽ സംഖ്യയാണോ ഭിന്നസംഖ്യയാണോ നോക്കുക. എണ്ണൽ സംഖ്യ അല്ലെങ്കിൽ എന്ത് ചെയ്യണം?
അത് ആ ഭിന്നസംഖ്യ ആണെങ്കിൽ ആ ഭിന്നസംഖ്യയുടെ ഛേദം ആരാണോ ആ ഛേദത്തിനെ എടുത്തിട്ട് മൊത്തം ഗുണിക്കുക. അംശത്തെ മുഴുവൻ ഗുണിച്ചിട്ട് ആ ഛേദം അങ്ങ് കളയാം. അപ്പോൾ ഛേദം കളയുമ്പോൾ നമുക്ക് എങ്ങനെ ഇതുപോലുള്ള എണ്ണൽ സംഖ്യകളായിട്ട് ഉത്തരം കിട്ടും. അപ്പോൾ അംശബന്ധത്തിന്റെ ഉത്തരം എപ്പോഴും ലാസ്റ്റ് എങ്ങനെ ആയിരിക്കണം? എണ്ണൽ സംഖ്യകളായിട്ടാണ് കിട്ടേണ്ടത്. ഓക്കെ, ഇത്രയുമാണ് ആ ചോദ്യം. ഇനി ഇതിലെ ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ അതിനു മുന്നേ ഈ ബോർഡ് ഞാനൊന്ന് ക്ലീൻ ചെയ്ത ശേഷം ആ ചോദ്യം എഴുതുന്നത്. ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. ഇന്ന് ഞാൻ എടുത്തത് പേജ് നമ്പർ 145 ആദ്യത്തെ 4 പ്രവർത്തനങ്ങളായിരുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി കൂടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കമൻസ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.